ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ മൈ ഓൺലി ക്രൈ എന്ന് പറയുന്ന ഒരു പോയമാണ്. ഈ ഒരു പോയം എഴുതിയിട്ടുള്ളത് ലൈല ഇബ്രാഹിം ജമാൻ എന്ന് പറയുന്ന ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു കവിയാണ് ഈ ഒരു മൈ ഓൺലി ക്രൈ എന്ന് പറയുന്ന ഈ ഒരു പോയം എഴുതിയിട്ടുള്ളത്. ഈ ഒരു പോയം ടൈറ്റിൽ റെഫർ ചെയ്യുന്നത് മൈ ഓൺലി ക്രൈ ക്ലോസ് ദ ആം ഫാക്ടറീസ് എന്നും കൂടി അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് ഷോർട്ടായിട്ട് വേണമെങ്കിൽ മൈ ഓൺലി ക്രൈ എന്ന് പറയാം. ഇത് ശരിക്കും ആ ഒരു ടൈറ്റിൽ ഒരു അപ്പീല് പോലെയാണ് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പ്ലീഡ് ചെയ്ത് പറയുന്ന പോലെയാണ് പറയുന്നത്. ആം ഫാക്ടറീസ് എന്ന് ഈ ഒരു ടൈറ്റിൽ ഉദ്ദേശിക്കുന്നത് മൈ ഓൺലി ക്രൈ ക്ലോസ് ദ ആം ഫാക്ടറീസ് എന്നാണല്ലോ. അപ്പോൾ ഈ ആംസ് ഫാക്ടറി എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വാറൊക്കെ ഉണ്ടായി വരുന്ന സ്രോതസ്സ്, അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ ഉണ്ടായി വരുന്ന സ്രോതസ്സ്, വയലൻസ് ഉണ്ടായി വരുന്ന സ്രോതസ്സിനെ സിംബലൈസ് ചെയ്താണ് ആംസ് ഫാക്ടറീസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ പറയുന്ന മൈ ഓൺലി ക്രൈ എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ടുള്ള, അതേപോലെ തന്നെ ഏറ്റവും അർജൻറ്റായിട്ടുള്ളൊരു റിക്വസ്റ്റും കൂടിയാണ്. ടോട്ടലി ഒരു ടൈറ്റിൽ ഉദ്ദേശിക്കുന്ന മീനിങ് എന്ന് പറയുമ്പോൾ ഒരു കുട്ടി കരഞ്ഞുകൊണ്ട് പറയാണ് സ്റ്റോപ്പ് മേക്കിംഗ് വെപ്പൺസ്, സ്റ്റോപ്പ് വാറുകൾ അവസാനിക്കുക, വെപ്പൺസ് ഉണ്ടാക്കുന്നത് അവസാനിപ്പിക്കുക എന്നൊക്കെയാണ് ആ ഒരു കുട്ടി കരഞ്ഞ് ഇതിൽ പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ടൈറ്റിൽ മീൻ ചെയ്യുന്നത് അതാണ്. ഇനി നമുക്ക് സ്റ്റാൻസ വൈസ് എക്സ്പ്ലനേഷനിലോട്ട് പോവാം. അപ്പോൾ നമുക്കിതിൽ നോക്കുകയാണെങ്കിൽ ഇതിലെ കുട്ടി, ഇതൊരു കുട്ടിയുടെ പേഴ്സ്പെക്റ്റീവിലാണ് ഈ ഒരു പോയം എഴുതിയിട്ടുള്ളത്. ഒരു കുട്ടി ഒരു ഇങ്ങനെ പറയുന്ന കാര്യങ്ങളായിട്ടാണ് എഴുതിയിട്ടുള്ളത്. പക്ഷെ കുട്ടി പറയുന്നത് അഡൾട്ടായിട്ടുള്ള ആളുകൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അഡൾട്ടായിട്ടുള്ളവരെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ഈ കുട്ടി ഇത് പറയുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ലൈൻ നോക്കുകയാണെങ്കിൽ ഹൂ ആർ ഡിസീവിങ് എന്ന് തുടങ്ങുന്നതാണ് ഫസ്റ്റ് ലൈന്. അപ്പോൾ ഈ കുട്ടി ഇവിടെ ഒരു ചെറിയൊരു കുട്ടിയാണ് ഈ ഒരു പോയം പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ ആ സ്പീക്കർ എന്ന് പറയുന്നത് ആ ഒരു ചെറിയ കുട്ടിയാണ്. അപ്പോൾ ആ സ്പീക്കർ ചോദ്യം ചെയ്യാണ് മുതിർന്ന ആളുകളുടെ, അഡൾട്ടായിട്ടുള്ള ആളുകളുടെ ഓണസ്റ്റിനെ, സത്യസന്ധതനെ കുറിച്ച് ചോദ്യം ചെയ്തുകൊണ്ടാണ് ഈ ഒരു പോയം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹൂ ആർ യു ഡിസീവിങ് എന്നുള്ള ക്വസ്റ്റ്യനാണ് ഈ കുട്ടി ചോദിക്കുന്നത്. Adults tell children to talk about peace, but they themselves create war. അതായത് അഡൾട്ട് ആയിട്ടുള്ള ആളുകൾ, കുറച്ച് മുതിർന്ന ആളുകൾ എപ്പോഴും കുട്ടികളോട് പറയാം, നിങ്ങൾ സമാധാനത്തിനെ കുറിച്ച് സംസാരിക്കുക, വളരെ പീസ്ഫുള്ളായിട്ടിരിക്കുക, കുട്ടികളല്ലേ നിങ്ങൾ, അപ്പോൾ കുട്ടികളെ പോലെ ഇരിക്കുക, കുട്ടികളുടേതായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക എന്നൊക്കെ ആയിരിക്കും വലിയ ആൾക്കാർ കുട്ടികളോട് പറയാം. പക്ഷേ ഈ വലിയ ആൾക്കാർ തന്നെ ആയിരിക്കും ഈ വാറും മറ്റുള്ള എല്ലാ പീസ് അല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കുന്നതും, ലോകത്തിന് ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കുന്നത് ഒരിക്കലും ഈ ഒരു ചെറിയ കുട്ടികളല്ല, മറിച്ച് ചെറിയ കുട്ടികളോട് നന്നാവ് എന്ന് പറയുന്ന ഈ വലിയ ആളുകൾ തന്നെയാണ് ലോകത്തിന് നാശമുണ്ടാക്കുന്നത്. അപ്പോൾ അതാണ് ഫസ്റ്റ് ഈ ഒരു കുട്ടി അഡ്രസ്സ് ചെയ്യുന്നത്. ദ ചൈൽഡ് ഡിസൈഡ്സ് ടു സ്പീക്ക് ഡയറക്ട്ലി ടു ദ റിയൽ ഡിസിഷൻ മേക്കേഴ്സ് അഡൾട്ട്. ശരിയായിട്ടുള്ള ഡിസിഷൻ മേക്ക് ചെയ്യുന്ന ആളുകൾ എപ്പോഴും അഡൾട്ടാണ് എന്നാണല്ലോ. അപ്പോൾ അവരെ ചോദ്യം ചെയ്യുകയാണ് ഈ ചെറിയ കുട്ടി ചെയ്യുന്നത്. അപ്പോൾ അത്രയും വലിയ ഡിസിഷൻ മേക്കേഴ്സ് ആയിട്ടുള്ള അവർ തന്നെ ഇത്രയും വലിയ വാറ് പോലുള്ള മറ്റുള്ള ഒരുപാട് ഇന്നസെൻ്റ് ആയിട്ടുള്ള ലൈഫ് കളയാനും, കുട്ടികളുടെ ആ ഒരു സമാധാനം, പീസ്ഫുൾനെസ്, അവരുടെ ആ ഒരു ചിരിയും കളിയൊക്കെ നിർത്താൻ പറ്റുന്ന തരത്തിലുള്ള വലിയ വലിയ യുദ്ധങ്ങൾ ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് ഇത്തരം വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഐഡിയാസ് അല്ലെങ്കിൽ ഡിസിഷൻസ് എടുക്കുന്ന ആ ഡിസിഷൻ മേക്കേഴ്സ് ആയിട്ടുള്ള അഡൾട്ടുകൾ തന്നെയാണ്. അപ്പോൾ അവരൊക്കെ അവരുടെ ആ ഒരു സത്യസന്ധത എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കുട്ടി ചോദ്യം ചെയ്യുന്നത്. നിങ്ങൾ പറയുന്നത് വേറൊന്ന്, പക്ഷെ നിങ്ങളെ പ്രവൃത്തിയിൽ വേറൊന്ന്. നിങ്ങൾ പറയുന്നത് കുട്ടികളോട് സത്യസന്ധരായിട്ടിരിക്കുക, സമാധാനം ഉള്ള ആൾക്കാരായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, പീസായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുക എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അവരാവട്ടെ ഈ കുട്ടികൾക്ക് അങ്ങനെ സമാധാനത്തിൽ ഇരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കാതെ അവർക്ക് ഒരിക്കലും പീസ്ഫുള്ളായിട്ട് തോന്നാത്ത ഒരു സാഹചര്യത്തിലോട്ട് അവരെ മാറ്റിക്കളയാണ് ഈ അഡൾട്ട് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഫസ്റ്റ് ആ ഒരു ലൈൻസിൽ പറയുന്നത്. ദെൻ സെക്കൻഡ് സെൻറ്റൻസിലോട്ട് വരുമ്പോൾ ഐ ആം സ്റ്റിൽ എ ചൈൽഡ്, ഐ ഡോണ്ട് നോ ഹൗ ടു ലൈ ലൈക്ക് യു.
അപ്പോൾ ഇവിടെ ഈ ഒരു കുട്ടിയുടെ ഒരു സത്യസന്ധതനെ പറ്റി പറയുന്നുണ്ട്. അതായത് ചൈൽഡ് എന്ന് പറയുന്നത് വളരെ ഇന്നസെൻ്റ് ആണ്. അതേപോലെ അഡൾട്ടിന് ഉണ്ടാവുന്ന ആ ഒരു എന്താ പറയുക, അഡൾട്ട് ഇവിടെ പറയുന്നത് വേറൊരു കാര്യം, എന്നാൽ ചെയ്യുന്നത് വേറൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു മുതിർന്ന ആളുകൾക്ക് ഉണ്ടാവുന്ന ആ ഒരു ഡബിൾ സ്റ്റാൻഡ് ഈ കുട്ടികൾക്ക് ഒരിക്കലും ഉണ്ടാവില്ല. കുട്ടികളുടെ നേരെ ഓപ്പോസിറ്റ് സ്വഭാവമായിരിക്കും ഈ മുതിർന്ന ആളുകൾക്ക് ഉണ്ടാവുക. അവർ കുറച്ച് ഹിപ്പോക്രാറ്റിക് ആയിരിക്കും, അതുപോലെ ഇന്നസെൻസ് ഒക്കെ കുറച്ച് കുറവായിരിക്കും. പക്ഷെ കുട്ടികളാവട്ടെ അങ്ങനെയൊന്നുമല്ല, ഒട്ടും തന്നെ ഹിപ്പോക്രസി ഉണ്ടായിരിക്കില്ല അവർക്ക്. അതേപോലെ തന്നെ അവർ വളരെ ഇന്നസെൻ്റ് ആയിരിക്കും. അതേപോലെ ചിൽഡ്രൻസ് എന്ന് പറയുന്നത് എപ്പോഴും ട്രൂത്ത്ഫുൾ ആയിരിക്കും, പ്യുവർ ആയിരിക്കും. അവർക്ക് അങ്ങനെ നുണ പറയാനും ഈ അഡൾട്ടിൻ്റെ പോലെ ഒന്ന് പ്രവർത്തിക്കുക, മറ്റൊന്ന് ചെയ്യുക, മറ്റൊന്ന് പറയുക, അങ്ങനത്തെ ഒരു കപ്പാസിറ്റി ഒന്നും കുട്ടികളിൽ ഉണ്ടാവില്ല. അവരെപ്പോഴും ട്രൂത്ത്ഫുൾ ആയിരിക്കും, സത്യസന്ധൻ ആയിരിക്കും, പ്യുവർ ആയിരിക്കും. പ്രത്യേകിച്ച് ഇങ്ങനെ പക, വിദ്വേഷം, വെറുപ്പ് അതൊന്നും മനസ്സിൽ കൊണ്ട് നടക്കാൻ അറിയാത്തവരാണ് ഈ ചെറിയ കുട്ടികൾ. Adults are accused of lying, especially about peace and war. സമാധാനത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും ഒക്കെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ എപ്പോഴും അഡൾട്ടുകൾ നുണ പറയുന്നതായിട്ടാണ് ഈ കുട്ടിക്ക് ഫീൽ ആവുന്നത്. ഒരിക്കലും അവരെ കൊണ്ട് സത്യം ഈ രണ്ട് വിഷയത്തിനെ കുറിച്ച് സത്യം പറയാനായിട്ട് പറ്റാവുന്ന ആളുകളല്ല അഡൾട്ട്. അവരെപ്പോഴും ഇതിനെ ലൈ ചെയ്തുകൊണ്ടേയിരിക്കുള്ളൂ. പക്ഷെ ഒരിക്കലും അവർ പറയുന്ന പോലെ നുണ പറയാനായിട്ട് കുട്ടികളെ കൊണ്ട് പറ്റില്ല. കാരണം അതൊരു കുട്ടിയാണ്. കുട്ടി എന്ന് പറയുന്നത് ഏറ്റവും ഇന്നസെൻ്റ് ആണ്, ഏറ്റവും പ്യുവറാണ്, ഏറ്റവും ട്രൂത്ത്ഫുള്ളാണ്. അഡൾട്ട് എന്ന് പറയുന്നത് ഇതിനൊക്കെയും കോൺട്രാസ്റ്റ് ആയിട്ടുള്ള വേറൊരു ആളാണ്. ദെൻ തേർഡ് സെഷനിലോട്ട് പോവുകയാണെങ്കിൽ, ഓൾ ദ ചിൽഡ്രൻ ഓഫ് ദ വേൾഡ് കുഡ് നോട്ട് റീബിൽഡ് വാട്ട് യു ഡിസ്ട്രോയ്. അപ്പോൾ ഇവിടെ അഡൾട്ട് നശിപ്പിച്ച സാധനങ്ങളെ മുഴുവൻ റീബിൽഡ് ചെയ്തെടുക്കാനൊന്നും ഈ ലോകത്ത് കുട്ടികളെ കൊണ്ട് പറ്റില്ല. അതെന്താ? ആ ഒരു അഡൾട്ട് അത്രത്തോളം ഡിസ്ട്രക്ഷൻ ഈ ഒരു ലോകത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എൻവയോൺമെൻറ്റിലും പല കാര്യങ്ങളിലും ഈ അഡൾട്ടുകൾ ഒരുപാട് നശിപ്പുകൾ ലോകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. അതൊക്കെയും തന്നെ ഈ കുഞ്ഞി കുട്ടികൾക്ക് ശരിയാക്കി റീബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ എന്നുള്ളത് ഇമ്പോസിബിൾ ആണ്. ഈവൻ ഇഫ് ഓൾ ചിൽഡ്രൻ വർക്ക് ടുഗെദർ, എല്ലാ കുട്ടികളും, ലോകത്തുള്ള എല്ലാ കുട്ടികളും ഒരുമിച്ച് വർക്ക് ചെയ്താൽ പോലും ദേ കനോട്ട് റീബിൽഡ് ദ വേൾഡ് അഡൾട്ട്സ് റൂയിൻ. അഡൾട്ടുകൾ നശിപ്പിച്ച് കളഞ്ഞ ആ ഒരു വേൾഡിനെ ഉണ്ടാക്കി കൊണ്ടുവരാനായിട്ട് കുട്ടികൾക്കൊരിക്കലും സാധ്യമല്ല. ഇറ്റ് ഹൈലൈറ്റ്സ് ഹൗ വാർ ഡിസ്ട്രോയ് ഫ്യൂച്ചർ ജനറേഷൻ. അപ്പോൾ ഈ ഒരു ലൈൻ വായിക്കുമ്പോഴാണ് നമുക്ക് ഫ്യൂച്ചർ ജനറേഷൻസിനെ വാറ് എത്രത്തോളം എഫക്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എഫക്റ്റ് ചെയ്യും എന്നുള്ളത് മനസ്സിലാവാം. നമ്മൾ ഈ ഒരു സമയത്ത് ഇവിടെ വാറൊക്കെ വന്നിട്ട് ഒരുപാട് ഡിസ്ട്രക്ഷൻസ് ഈ ഒരു ലോകത്ത് ഉണ്ടാക്കി വെച്ചു. എൻവയോൺമെൻ്റൽ ആവട്ടെ, ഫിസിക്കലി ആവട്ടെ, മെൻ്റലി ആവട്ടെ, ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഇവിടെയുള്ള ആളുകൾക്ക് വരുത്തി വെച്ചു എന്ന് വെക്കുക. ഇനി ഇവിടെ ഉണ്ടാവാൻ പോകുന്ന അടുത്തൊരു ജനറേഷൻ കുട്ടികൾക്ക് ഒരിക്കലും ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഡിസ്ട്രക്ഷനെ കംപ്ലീറ്റ്ലി ഒഴിവാക്കാനോ അല്ലെങ്കിൽ അത് ഫുള്ള് റീബിൽഡ് ചെയ്ത് പുതിയൊരു വേൾഡ് കെട്ടിപ്പൊക്കാനോ ഒന്നും ആ ചെറിയ കുട്ടികൾക്ക് പറ്റില്ല. ദെൻ ഫോർത്ത് സെഷനിലോട്ട് വരുമ്പോൾ എ ബെറ്റർ വേൾഡ് വുഡൻ ബി ഏബിൾ ടു റീബിൽഡ് വിത്തൗട്ട് യു ദ അഡൾട്ട്. ഒരിക്കലും ഒരു കുട്ടിക്ക് തനിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരുടെ കൂടെ എപ്പോഴും ഒരു അഡൾട്ട് അവർക്ക് അത്യാവശ്യമാണ്. പക്ഷേ ഉള്ള അഡൾട്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അവരുടെ ലോകം കുറച്ചും കൂടിയും വേഴ്സ്റ്റ് ആക്കുന്ന അഡൾട്ടാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം അങ്ങനത്തോരല്ല ഇവർക്ക് ആവശ്യം. എങ്ങനത്തോരാണ് ആവശ്യം? ഓൺലി അഡൾട്ട് ഹാവ് ദ പവർ ടു സ്റ്റോപ്പ് വോറൊക്കെ അവസാനിപ്പിച്ച് സമാധാനം കൊണ്ടുവരാൻ കഴിവുള്ള തരം അഡൾട്ടുകളെയാണ് ഈ കുട്ടികൾക്ക് ആവശ്യം. ചിൽഡ്രൻ ഡിപ്പെൻഡ്സ് ഓൺ അഡൾട്ട് ടു ക്രിയേറ്റ് പീസ്ഫുൾ വേൾഡ്. ഒരു കുട്ടിക്ക് അതിൻ്റെ പാരൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗാർഡിയൻസ് ഇല്ലാതെ നിലനിൽപ്പില്ല എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു കുട്ടിക്ക് ഒറ്റയ്ക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. കാരണം അതൊരു കുട്ടിയാണ്. അതിൻ്റെ ഒപ്പം ഒരു മുതിർന്ന ആൾ എപ്പോഴും അത്യാവശ്യമാണ്. അപ്പോൾ ചിൽഡ്രൻ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരു അഡൾട്ടിനെ ആയിരിക്കും. അപ്പോൾ ആ ഒരു അഡൾട്ട് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് ആ കുട്ടിക്കെങ്കിലും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒരുക്കി കൊടുക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം. ഫിഫ്ത്ത് സെഷനിലോട്ട് വരുമ്പോൾ യൂസ്ലെസ് ക്രൈസ് ഓഫ് ചിൽഡ്രൻ, അതിനെക്കുറിച്ചാണ് പറയുന്നത്. യു നോ ദാറ്റ് അവർ ക്രൈസ് ആർ യൂസ്ലെസ് ഇൻ എ ഡെഫ് വേൾഡ്. ഈ വേൾഡ് മൊത്തം ചെവി കേൾക്കാത്ത പോലെ ഇരിക്കുകയാണ്. കാരണം ഇവിടെ ഒരുപാട് കുട്ടികൾ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ കരച്ചിൽ മൊത്തം ഒരു യൂസ്ലെസ് ആയിട്ടുള്ള സംഭവം പോലെയാണ് ഇവിടെയുള്ള ആളുകൾ കാണുന്നത്.
അപ്പോൾ ഇവിടെ വേൾഡിനെ ഡെഫ് എന്ന് പറഞ്ഞ് ഡിസ്ക്രൈബ് ചെയ്യാണ്, അതായത് കേൾക്കാൻ പറ്റാത്ത സംഭവം, കേൾക്കില്ല, കേൾവി ശക്തി ഇല്ല അല്ലെങ്കിൽ കേൾവി എന്നുള്ള ആ ഒരു എബിലിറ്റി ഇല്ലാത്ത ആളുകൾ നമ്മൾ ഡെഫ് എന്ന് പറയും. അപ്പോൾ ആ ഒരു ഡെഫായിട്ട് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് നമ്മുടെ ലോകത്തിന് തന്നെയാണ്. കാരണം ഈ ലോകം ഒരിക്കലും കുട്ടികളുടെ കരച്ചിലിനെ കേൾക്കുന്നില്ല, കുട്ടികളുടെ സഫറിങ്സിനെ കേൾക്കുന്നില്ല. അവരെല്ലാവരും അല്ലെങ്കിൽ ഈ ഒരു ലോകം മൊത്തം ഈ കുട്ടികളുടെ കരച്ചിലും വിഷമങ്ങളും ദുരിതങ്ങളൊക്കെ ഇഗ്നോർ ചെയ്യാണ്. കാരണം ഈ വേൾഡിന് ആവശ്യം പൈസയാണ്, പവറാണ്. ദെൻ സിക്സ്ത് ആൻസറിലേക്ക് വരുമ്പോൾ, ലെറ്റ്സ് നോട്ട് ടോക്ക് ഓഫ് ഫ്രണ്ട്ഷിപ്പ്, പീസ് ആൻഡ് ഫെലോഷിപ്പ്, ഇനഫ് പ്രോമിസസ്, ഇനഫ് വെയിറ്റിംഗ്. അപ്പോൾ ഇവിടെ കുട്ടികൾ കുറേ കാലങ്ങളായിട്ട് ഇവർ വെയിറ്റ് ചെയ്യാണ്. ഇപ്പം അടുത്ത് ഇവർക്ക് സമാധാനം വരും, ഇപ്പം അടുത്ത് ഇവർക്ക് സന്തോഷം വരും, അങ്ങനെ ഒരുപാട് പ്രോമിസുകൾ കൊടുത്ത് ഇവർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നല്ലൊരു വേൾഡിന് വേണ്ടിയിട്ട്. പക്ഷേ അവർക്കത് കിട്ടുന്നില്ല. സോ അവരുടെ ആ ഒരു ഫോൾസ് ആയിട്ടുള്ള പ്രോമിസുകൾ, ഫേക്ക് ആയിട്ടുള്ള പ്രോമിസുകൾ കൊടുത്തതിനെ പറ്റിയാണ് കുട്ടി ഇവിടെ സംസാരിക്കുന്നത്. ദ ചൈൽഡ് റിജക്റ്റ് എംപ്റ്റി സ്പീച്ചസ് അബൌട്ട് പീസസ്. അതായത് പീസിനെ കുറിച്ച്, സമാധാനത്തിനെ കുറിച്ച് ആരെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ അഡൾട്ട് എപ്പോഴും പീസിനെ കുറിച്ച്, സമാധാനത്തിനെ കുറിച്ച് സംസാരിക്കുകയുള്ളൂ, അവരൊരിക്കലും അത് ആക്ട് ചെയ്യില്ല, ആക്ഷനിൽ അത് കൊണ്ടുവരില്ല. സോ ഇവിടെ റിപ്പിറ്റേഷൻ ഓഫ് ഇനഫ് പ്രോമിസസ്, ഇനഫ് വെയിറ്റിംഗ്, ഇതൊക്കെ ഇനഫ് മതിയായി, ഇത്രയും ചെയ്തു എന്നുള്ളത് കാണിക്കുന്നത് അവരുടെ ആ ഒരു ഫ്രസ്ട്രേഷനാണ്. ഞങ്ങൾ ഇത്രയും വെയിറ്റ് ചെയ്ത്, ഇത്രയും പ്രോമിസ് ഞങ്ങൾക്ക് കിട്ടി എന്നൊക്കെ പറയുന്നത് അവരുടെ ആ ഒരു അർജൻസിയാണ്. ഇനി ഞങ്ങൾക്ക് ഇതിൽ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് സമാധാനം വേണമെന്നാണ് കുട്ടികൾ ഇവിടെ ഡിമാൻഡ് ചെയ്യുന്നത്. സോ ഇനി അടുത്തതൊരു ആസ്ക് ദം ടു സ്റ്റോപ്പ് മേക്കിംഗ് ആംസ്, ടു മേക്കിംഗ് വാർസ്, ബ്രേക്ക് ഔട്ട്, ടു സ്റ്റോപ്പ് ടെല്ലിങ് ലൈസ്. അപ്പോൾ കുട്ടികൾ ഇവിടെ ഡിമാൻഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതാണ് ഈ പോയത്തിൻ്റെ സെൻട്രൽ മീനിങ് അല്ലെങ്കിൽ മെസ്സേജ് എന്ന് പറയുന്നത്. വാറുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അവസാനിക്കുക. ഒരു വാറും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു വേൾഡ് കൊണ്ടുവരില്ല. എല്ലാ വാറും ഡിസ്ട്രക്ഷൻ മാത്രമേ കൊണ്ടുവരുള്ളൂ. അപ്പോൾ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള നാളേക്ക് വേണ്ടിയിട്ട് നമുക്ക് വാറിലൂടെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള നാളെ ഉണ്ടാക്കിയെടുക്കാൻ ഒരിക്കലും കഴിയില്ല. അതുപോലെ തന്നെ സ്റ്റോപ്പ് പ്രൊഡ്യൂസിങ് വെപ്പൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവസാനിപ്പിക്കുക. സ്റ്റോപ്പ് ഡിസീവിങ് പീപ്പിൾസ്, ആളുകളെ കൊന്നൊടുക്കുന്നതും അവസാനിപ്പിക്കുക. 8th സെഷനിലോട്ട് വരുമ്പോൾ, ലിസൺ കെയർഫുള്ളി, വി ആർ സിക്ക്, യു ആർ സിക്ക് ബട്ട് വി ആർ ഹിയർ. അപ്പോൾ ഇവിടെ ഈ കുട്ടി ഷെയർഡ് സിക്നെസ്സിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതായത് എനിക്കും വയ്യ, നിങ്ങൾക്കും വയ്യ. അതായത് ഒരു കുട്ടിയായ എനിക്കും ഈ ഒരു വാറും മറ്റുള്ള ഈ ഒരു ഒച്ചയും ബഹളവും ഒക്കെ കാരണം എനിക്കും വയ്യ, ഇതൊക്കെ അനുഭവിക്കുന്ന ഈ അഡൾട്ടായിട്ടുള്ള നിങ്ങൾക്കും വയ്യ. പക്ഷെ നമ്മൾ രണ്ടുപേരും ഈ വേൾഡിൽ നിൽക്കുന്ന ആൾക്കാരാണ്, ജീവിച്ചിരിക്കുന്ന ആൾക്കാരാണ്. സോ വാർ എന്ന് പറയുന്ന ഒരു സംഭവം, യുദ്ധം എന്ന് പറയുന്നത് ചിൽഡ്രൻസിനെയും അതേപോലെ തന്നെ അഡൾട്ട്സിനെയും ഒരുപോലെ എഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ്. മോറലിയും ഇമോഷണലിയും എല്ലാം കൊണ്ടും അവരെ വിഷമിപ്പിക്കുകയും അവരെ വയ്യായ ഉള്ള ആളുകളാക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് വാർ. പക്ഷെ എന്നാൽ പോലും നമ്മൾ ഇന്നിവിടെ ഉണ്ടല്ലോ, അറ്റ്ലീസ്റ്റ് നമ്മൾ ജീവിച്ചെങ്കിലും ഇരിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാം. 9th സെഷനിലോട്ട് വരുമ്പോൾ, സോ ഇൻ യുവർ നെയിം വി ചിൽഡ്രൻ വി ആസ്ക് ദം ക്ലോസ് യുവർ ആംസ് ഫാക്ടറീസ്. അപ്പോൾ ഇങ്ങനൊരു നല്ല നാളേക്ക് വേണ്ടി ഹോപ്പ് ചെയ്തുകൊണ്ട് കുട്ടികൾ ഒരുമിച്ച് ഒരുപോലെ ഇന്നസെൻ്റായിട്ട് ഹ്യൂമാനിറ്റിക്ക് വേണ്ടി സംസാരിക്കുകയാണ്. വെപ്പൺസ് ഉണ്ടാക്കുന്നത് അവസാനിപ്പിക്കുക, ഇത് ഞങ്ങളുടെ ഒരു സിമ്പിൾ ആൻഡ് ഡയറക്റ്റ് ആയിട്ടുള്ള ഡിമാൻഡാണ് എന്ന് പറഞ്ഞിട്ടാണ് കുട്ടികൾ ഇതിനെ പറ്റി പറയുന്നത്. ഒരുമിച്ച് റെപ്രസെൻ്റ് ചെയ്യാണ് അവരെ. അതുപോലെ തന്നെ 10th and 11th സെഷനിലോട്ട് വരുമ്പോൾ, റൈറ്റ് വിങ് പൊളിറ്റിക്സ് മാറ്റർ ലിറ്റിൽ ടു അസ്, ലെഫ്റ്റ് വിങ് പൊളിറ്റിക്സ് മാറ്റർ ലിറ്റിൽ ടു അസ്, അവർ ലൈഫ് ഈസ് എസെൻഷ്യലി എഫെക്ഷൻ ബട്ട് ത്രൂ അവർ ഫോൾട്ട് എ വെയിൽ ഓഫ് ഡസ്റ്റ് ലൈസ് ഓവർ ഇറ്റ്. അതായത് ഒരിക്കലും ഒരു കുട്ടിക്കും പൊളിറ്റിക്കൽ ഐഡിയോളജീസിനെയും അജണ്ടകളെ കുറിച്ചൊന്നും ഒരു പിടുത്തവും ഉണ്ടാവില്ല. അവർക്ക് ആകെ അറിയാവുന്ന കാര്യം സേഫായിട്ടിരിക്കുക, ഒരുപാട് സ്നേഹിക്കുക, അവരുടെ ആ ഒരു ചെറിയ ലൈഫ് എൻജോയ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരിക്കും. ആ ഒരു ഇന്നസെൻറ്റ് ഹ്യൂമൻ ബീങ്സ് ആയിരിക്കും ആ ഒരു ചിൽഡ്രൻ എന്ന് പറയുന്നത്. ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കൽ കോൺഫ്ലിക്ട്സ് എത്രത്തോളം ഉണ്ടായാലും, റൈറ്റ് വിങ്ങിൻ്റെ പൊളിറ്റിക്കൽ മാറ്റേഴ്സ് എന്ത് തന്നെ ആയാലും അത് ഇവരെ ബാധിക്കുന്ന കാര്യമല്ല, അല്ലെങ്കിൽ അത് ഇവർക്ക് അറിയില്ല, ഇവർക്ക് അത് കെയർ ചെയ്യാനുള്ള പ്രായമായിട്ടില്ല.
പക്ഷേ ലെഫ്റ്റ് വിങ് പൊളിറ്റിക്സ് എന്താണോ അതും ഇവർക്ക് മീനിങ്ലെസ് ആണ്. കാരണം ഇവർ അത്രയും ഇന്നസെൻ്റ് ആയിട്ടുള്ള ലൈഫാണ്. അതുകൊണ്ട് തന്നെ പൊളിറ്റിക്സിൽ എന്ത് പ്രശ്നം വന്നാലും എഫക്റ്റ് ചെയ്യാത്ത ഈ ചെറിയ പിള്ളേരെയാണ് വാറ് പോലെയുള്ള വലിയ സംഭവങ്ങൾ എഫക്റ്റ് ചെയ്യുന്നത്. അതായത് ചിൽഡ്രൻസ് എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും അവരല്ല ഉത്തരവാദി, അവരുടെ അഡൾട്ടുകളാണ് ഉത്തരവാദി. അവർ ലൈഫ് ഈസ് എസെൻഷ്യലി എഫെക്ഷൻ ബട്ട് ത്രൂ അവർ ഫോൾട്ട്. ചിൽഡ്രൻസ് ലൈഫ് ഷുഡ് ബി ഫിൽഡ് വിത്ത് ലവ്, പ്ലേ ആൻഡ് ഹാപ്പിനെസ്. കുട്ടികളുടെ ലൈഫ് എന്ന് പറയുന്നത് എപ്പോഴും ഹാപ്പിനെസ്സും ലവും ഒക്കെ നിറഞ്ഞതായിരിക്കണം. പക്ഷേ ഇവിടെ ബട്ട് വാർ കവേർഡ് ദയർ വേൾഡ് വിത്ത് ഡസ്റ്റ്. പക്ഷേ ഇന്ന് അല്ലെങ്കിൽ ഈ ഒരു വാറ് നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു വേൾഡിൽ അവരുടെ ലൈഫിൽ നിറഞ്ഞു നിൽക്കുന്നത് മുഴുവനും ഡസ്റ്റാണ്, പൊടിയാണ്. പൊടി എങ്ങനെ ഉണ്ടായി? പൊടി എന്ന് പറയുന്ന സംഭവം ഇവരുടെ ഡസ്റ്റ് സിംബലൈസ് ചെയ്യുന്നത് ഡിസ്ട്രക്ഷൻ, ഡെത്ത്, സാഡ്നെസ് ഇതൊക്കെയാണ്. അഡൾട്ടിനെയാണ് ഈ എല്ലാ സംഭവങ്ങൾക്കും, ഇവർ ഈ അനുഭവിക്കുന്ന എല്ലാ സഫറിങ്സിനും കുട്ടി ബ്ലെയിം ചെയ്യുന്നത് അഡൾട്ടിനെയാണ്. അപ്പോൾ ഈ ഒരു പോയം മെയിനായിട്ടുള്ള തീംസ് പറയുന്നത് ആൻറ്റി വാർ മെസ്സേജാണ്. അതായത് വാർ വേണ്ട എന്നുള്ള രീതിയിലുള്ള മെസ്സേജാണ് കൊടുക്കുന്നത്. ഇന്നസെൻസിനെ കുറിച്ച് ഈ ഒരു പോയത്തിൽ പറയുന്നുണ്ട്, പവർ ആൻഡ് റെസ്പോൺസിബിലിറ്റി പറയുന്നുണ്ട്, യൂണിവേഴ്സൽ ചൈൽഡ്ഹുഡ് അതിനെയും പറ്റി പറയുന്നുണ്ട്. അപ്പോൾ വാർ എന്നുള്ളൊരു സംഭവം ഇവിടെ എല്ലാവരുടെയും ബേസിക് റൈറ്റ്സിനെയാണ് ഡിസ്ട്രോയ് ചെയ്യുന്നത്. വേൾഡിലെ മാത്രമല്ല, വേൾഡിൽ ജീവിച്ചിരിക്കുന്ന ഓരോ ജീവജാലങ്ങളുടെയും ബേസിക് ആയിട്ടുള്ള അവകാശങ്ങളെയും കൂടി ഡിസ്ട്രോയ് ചെയ്യാണ് ഈ ഒരു വാർ ചെയ്യുന്നത്. സോ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. സിമ്പിൾ ചാപ്റ്ററാണ്, പക്ഷെ പവർഫുൾ ആയിട്ടുള്ള മീനിങ് കൺവേ ചെയ്യുന്ന അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യുന്നൊരു വലിയ ഡീപ്പ് മീനിങ് ഉള്ളൊരു പോയം കൂടിയാണ് മൈ ഓൺലി ക്രൈ ക്ലോസ് ഓൾ ദ ആം ഫാക്ടറീസ് എന്ന് പറയുന്ന ഈ ഒരു പോയം. ഇത്രയാണ് ഈ ഒരു പോയം ഉണ്ടായിരുന്നുള്ളൂ. താങ്ക് യു.